UDFനെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ച് ഉറപ്പായി പോകും. UDFനെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, പിന്നെ എന്നെ കാണില്ല. അത് ഞാൻ സമ്മതിക്കുന്നു, അത് ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതിന് മാത്രമേ പറഞ്ഞുള്ളൂ, ഈഴവ വിരോധിയാണെന്ന് പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞു. എന്താണ്, ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാനോ തർക്കത്തിനൊന്നും പോകുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു സത്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞു. 98 സീറ്റ് UDFന് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കുന്നു. അപ്പോൾ 97 വരെ അദ്ദേഹത്തിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ പോലെ പരിണതപ്രജ്ഞനായ ഒരു സമുദായ നേതാവ്, നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയമൊക്കെ നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ UDFനൊരു 97 സീറ്റ് വരെ കിട്ടുമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെയുള്ളൊരു 4-5 സീറ്റുകളിൽ ഒരു 100 കവിഞ്ഞു പോകാനുള്ള കാര്യം അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അത് 100-ലധികം സീറ്റാക്കും. ഞാൻ അദ്ദേഹത്തുമായിട്ട് വെല്ലുവിളിയോ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. UDFനെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ച് ഉറപ്പായി പോകും. UDFനെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, പിന്നെ എന്നെ കാണില്ല. അത് ഞാൻ സമ്മതിക്കുന്നു, അത് ഞാൻ സ്വീകരിക്കുന്നു. അദ്ദേഹം മാറണ്ട. UDF 100-ലധികം സീറ്റ് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കാമെന്ന് പറയുന്നത് ഞാൻ രാജിവെക്കരുത്. അദ്ദേഹം ആജീവനാന്ത അവിടെ ഇരുന്നോട്ടെ. ഞാനും അദ്ദേഹമായിട്ട് മത്സരമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യും. അല്ല, അത് വെല്ലുവിളിയല്ല, ഞാനത് ചെയ്യും. UDFനെ തകർപ്പൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കും. നിങ്ങളിനെ എന്നെ കാണില്ല. അത് ഞാൻ അംഗീകരിക്കുന്നു. അത് വെല്ലുവിളിയായിട്ടൊന്നുമല്ല. വെല്ലുവിളിയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കുമെന്ന് ഞാൻ ചോദിക്കണം. അദ്ദേഹം രാജിവെക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ബെറ്റൊന്നുമില്ല. ഞാൻ വൺ സൈഡറാണ്. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതാണല്ലോ എന്നോട് ചോദിച്ചത്, നിങ്ങളത് ചെയ്യുമെന്ന്. ഞാനത് ചെയ്യും. രാഷ്ട്രീയ വനവാസത്തിന് പോകും, ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. അതാണ് എനിക്ക് പറയാം. ഞാൻ അദ്ദേഹത്തിനെതിരായി ഒരു മോശമായിട്ടുള്ളൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഞാൻ ശ്രീനാരായണീയനാണ്, ശ്രീനാരായണ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ്, അത് പ്രചരിപ്പിക്കാൻ വേണ്ടി കൂടി ശ്രമിക്കുന്ന ഒരാളാണ്. അതെന്നും അങ്ങനെ ഇരിക്കും. പക്ഷെ നാട്ടിലാരെങ്കിലും വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ തുടങ്ങാൻ ആര് ശ്രമിച്ചാലും അതിനെ UDF നേരിടും. ഞങ്ങൾ മാറി നിൽക്കില്ല. CPMൻ്റെ പോലത്തെ പ്രസ്താവനയൊന്നുമല്ല ഞങ്ങൾ ഇറക്കുന്നത്. CPM ഒരു പ്രസ്താവന ഇറക്കിയല്ല. ആർക്കെതിരെയെന്ന് അവർക്ക് എഴുതിയവർക്ക് പോലും അറിയില്ല ഇത് പ്രസ്താവന. അതൊന്നുമല്ല. ആര് പറഞ്ഞാലും, ന്യൂനപക്ഷ വർഗീയത കേരളത്തിൽ പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും UDF അതിനെ എതിർക്കും, ശക്തിയായിട്ട് എതിർക്കും. അത് ടീം UDFൻ്റെ തീരുമാനമാണ്. ഞങ്ങളതിനെ എതിർക്കും. ഞങ്ങൾ വർഗീയത പറഞ്ഞല്ല വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും. ഈ തകർച്ചയിൽ നിന്ന് ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും. ഞങ്ങൾക്കതിന് പദ്ധതികളും പരിപാടികളും ഉണ്ട്. അത് ഞങ്ങൾ സമയത്ത് പ്രഖ്യാപിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നല്ല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്തിനാണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനെ മാത്രമേ നമ്മൾ എതിർക്കുള്ളൂ. അല്ലാതെ വ്യക്തികളായിട്ട് നമുക്കെന്താ പ്രശ്നം? നമ്മൾ സമുദായങ്ങളായിട്ട് ഏതെങ്കിലും പ്രശ്നമുണ്ടോ? ഏതെങ്കിലും സമുദായമായിട്ട് നമുക്ക് ഒരു വിഷയമില്ലല്ലോ. എല്ലാ സമുദായങ്ങളുമായിട്ടും ഞങ്ങൾക്ക് നല്ല സൗഹാർദ്ദവും നല്ല ബന്ധവും നല്ല സ്നേഹമാണ്. എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ പോകുന്നത്. മറുപടി പറഞ്ഞല്ലോ, പറയാനുള്ള മറുപടി പറഞ്ഞു. പിന്നെ എന്നെക്കുറിച്ച് ഉപയോഗിച്ച ഭാഷ, ആ ഭാഷയിൽ ഞാനെങ്ങനെ മറുപടി പറയണത്? ഒന്ന്, ഞാനൊരു സ്ഥാനത്തിരിക്കുന്നു. ഞാനിരിക്കുന്ന കസേരയോട് എനിക്ക് നല്ല ബഹുമാനമുണ്ട്. ആ കസേരയിൽ ഇരുന്നുകൊണ്ട് അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇത് ആരാണ് പറഞ്ഞത്? ഏകദേശം 90 വയസ്സിൻ്റെ അടുത്തെത്തിയിരിക്കുന്ന ഒരാളാണ് പറഞ്ഞത്. ഞാൻ വല്ലതും മോശമായിട്ട് പറയാമോ? പറയാൻ പാടില്ല. ആ ഔചിത്യം ഞാൻ കാണിക്കണ്ടേ? അത്രയേ ഉള്ളൂ.